ഹായ് ഫ്രണ്ട്സ്, ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റിയാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചെറുതായിട്ട് കൈകൊണ്ടൊന്ന് പിച്ച് കീറിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് പൊടിച്ചെടുക്കാനുള്ളതാണ്. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം അരിപ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ്, അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പുളിയുള്ള തൈരാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഈ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അതുകൂടെ കൈകൊണ്ടൊന്ന് നേരിട്ടതിന് ശേഷം ചേർത്ത് കൊടുക്കുക കേട്ടോ. എരിവ് ഉപ്പൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഞാൻ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കൈപ്പിടിയോളം വരുന്ന മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില കയ്യിലില്ലെങ്കിൽ ഇതിന് വരെ കറിവേപ്പില യൂസ് ചെയ്യാം. ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒന്നായിട്ട് പെട്ടെന്ന് ഒഴിക്കേണ്ട, കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. പിന്നെ ഇതിലേക്ക് ഇനോയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം അപ്പസോഡ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാവും. ഇത് ചേർത്തിട്ട് നമ്മളൊരല്പം വെള്ളം കൂടി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇന ചേർക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും നമ്മുടെ മാവ്. അതേപോലെ തന്നെ ഇതിന് പകരം അപ്പസോഡ ചേർത്താലും മതി കേട്ടോ. ഇത് ചേർത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട, അപ്പം തന്നെ തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ ഇതേപോലെ ഒരു പാൻ വെച്ചിട്ട് ഒരല്പം ഓയിലാണ് ഒന്ന് ചുറ്റോറം ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരം വെളിച്ചെണ്ണയും യൂസ് ചെയ്യാം. പാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിലുള്ള വലുപ്പത്തിൽ നമുക്ക് മാവ് കോരി ഒഴിച്ചിട്ട് പരത്തിയെടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് അടച്ചു വയ്ക്കുമ്പോഴേക്ക് ഒരു ഭാഗം ആയി കിട്ടും. അപ്പോൾ ഒരല്പം ഓയിൽ കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിടാം. അപ്പോൾ ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഒരല്പം ഒരു എന്താ പറയുക, ഒരു ഒട്ടൽ പോലെ ഉണ്ടാവും. അത് കുഴപ്പമില്ല, ഫ്രൈ ആയി വരുമ്പോൾ റെഡിയായി കിട്ടും. അപ്പോൾ നമ്മുടെ ഒരെണ്ണം ഇവിടെ ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റിയാണ്, വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇതിന് കറികളൊന്നും വേണ്ട, കറികളൊന്നും ഇല്ലാതെ പെട്ടെന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കരുത്. കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.